ഇന്നത്തെ നമ്മുടെ വീഡിയോ മണിപ്പൂരിലെ ഓശാന ഞായറാഴ്ചത്തെ ആഘോഷമാണ്. ഇത് കഴിഞ്ഞ് മറ്റൊരു പള്ളിയിലേക്ക് ഞങ്ങൾ പോകുകയാണ്. ഇത് കണ്ടില്ലേ, നിലമ്പൂരിലെ ഫ്രാൻസിസ് ബ്രദറും മൂവാറ്റുപുഴയിലെ സെബാസ്റ്റ്യൻ ബ്രദറും അടുപ്പിൻ്റെ അടുത്ത് ഇരിപ്പാണ്. തണുപ്പ് കൊണ്ട് ഒന്നും നോക്കിയില്ല, ഞാനും ചെന്ന് ഇരുന്നു. ആഹാരത്തിനായി ഇരിക്കുമ്പോൾ നല്ല തണുപ്പ്. അടുക്കളയിൽ തന്നെയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തണുപ്പ് ഒരു പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തണുപ്പ്. കോട്ടിട്ടിട്ടുണ്ട്, എന്നിട്ടും നല്ല തണുപ്പ്. പാവം ഫ്രാൻസിസ് ബ്രദർ ഇവരുടെ കഴിപ്പുള്ള കറികൾ തിന്നാൻ കഴിയാത്തത് കൊണ്ട് പച്ചമുളകും ഉള്ളിയാണ് തിന്നുന്നത്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലെ മാങ്ങച്ചാറ് നീക്കിക്കൊടുക്കുന്നത് പോലെ നീക്കിക്കൊടുക്കുന്നത് ഒരു ഇലയാണ് ഇത്. എന്നാൽ ഇത് തിന്നാൻ നമുക്ക് കഴിയില്ല കേട്ടോ, നല്ല കഴിപ്പാണ്. നമ്മുടെ നാട്ടിൽ കറിവേപ്പില കറിയിൽ ഇടുന്നത് പോലെ ഇവർ ഒരു ഇല എല്ലാ കറിയിലും ഇടും. ഇത് കണ്ടോ, തണുപ്പ് കൊണ്ട് തീയിട്ടിരിക്കുന്നത് കാൽച്ചുവട്ടിലാണ്. ഞങ്ങൾ മറ്റൊരു പള്ളിയിലെത്തി ശുശ്രൂഷ തുടങ്ങി. ഇതൊരു വലിയ മലയുടെ മുകളിലാണ്. എന്തു മനോഹരമാണ് ഇതൊക്കെ ഒന്ന് കാണാൻ. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വ്യക്തിയോട് ചോദിച്ചു, എന്താ ഇത്ര വൈകിയത്? ആ വ്യക്തി എന്നോട് പറയുകയാണ്, കുറച്ചു മുൻപ് നല്ല കനത്ത മഴയായിരുന്നു. ഞങ്ങളുടെ വീട് മലമുകളിലാണ്, അതുകൊണ്ടാണ് വൈകിയത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം മറ്റൊന്നുമല്ല, പട്ടികൾ കുരയ്ക്കുന്നില്ല, ബഹളം വയ്ക്കുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നുമില്ല. ഇങ്ങനെയുണ്ട് പട്ടികൾ. സത്യം പറഞ്ഞാൽ മണിപ്പൂരിൽ ജനിച്ചില്ലല്ലോ എന്നൊരു ദുഃഖം എനിക്ക് തോന്നി. മറ്റൊന്നുമല്ല, എന്തു മനോഹരമായ സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ അവർ നമ്മോട് പെരുമാറുന്നതും. സ്നേഹത്തോടുള്ള അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ സത്യത്തിൽ ഇവിടെ അങ്ങ് ജനിച്ചാൽ മതിയിരുന്നു എന്ന് തോന്നിപ്പോയി. എന്നാൽ കേരളത്തിൽ നിന്ന് മണിപ്പൂരിലേക്ക് ഒരു ടൂർ പോകാം എന്ന് വിചാരിച്ചാലോ, അതിനും പറ്റത്തില്ല. കാരണം അവരുടെ സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടെ ഒരു പാസ് വേണം. പാസോ എല്ലാവർക്കും കിട്ടത്തുള്ളൂ. എന്തായാലും ഞാനൊരു മിഷനറി ആയതുകൊണ്ട് എനിക്കിവിടെ വരാൻ കഴിഞ്ഞു. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയും. നമ്മുടെ നാട്ടിലെ പോലെ കുരുത്തോല ഇവിടെ കിട്ടില്ല. എന്നാൽ ഇവിടെയുള്ള ഒരു ലോക്കൽ ചെടിയെടുത്ത് വീശി അവർ ഓശാന ആഘോഷിക്കുകയാണ്. ശുശ്രൂഷ തുടങ്ങി, എന്നാൽ ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. കാരണം കുറച്ചു മുൻപ് നല്ല കനത്ത മഴയായിരുന്നു. മലമുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് വരുവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്.
എങ്കിലും അവർ വിശ്വാസത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ആളുകളെ കൊണ്ട് പള്ളി നിറയാൻ തുടങ്ങി. ഇതുപോലെയുള്ള വിവിധ സംസ്ഥാനത്തിലെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Like, subscribe, share, comment to Hallelujah Adonai. Okay? Okay.